മൗനരാഗത്തിലെ കല്യാണി, അപ്പാനി ശരത്ത്, ഉപ്പുമുളകിലെ ബാലു. എൻ്റെ പൊന്നെ, പുതിയ കുറച്ച് സംഭവങ്ങൾ പേരുകൾ അറിഞ്ഞിട്ടുണ്ട്. സീസൺ 7 കുലുങ്ങി മറയും. ലിസ്റ്റ് എത്തിയിരിക്കുകയാണ്. സീസൺ 7 നമ്മൾ പ്രതീക്ഷിക്കാത്ത ഞെട്ടുന്ന പലരും എത്തുമെന്നാണ് ഇന്നത്തെ ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ആരൊക്കെയാണ് താരങ്ങളെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് മാത്രമല്ല, ഇത്തവണത്തെ ഷോ ഡയറക്ടർ ആരാന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഹാഫിസാറിനെ മാത്രമേ എല്ലാവർക്കും അറിയാവൂ ഷോ ഡയറക്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇത്തവണ വേറെ ഒരാളാണ് ഷോ ഡയറക്ടർ. ആരാണെന്ന് അറിയാമോ? പറയാം. ഒരു ലിസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഞെട്ടുന്ന കുറച്ച് പേരുകളുണ്ട്. നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയുന്ന പേരുകൾ അതിനകത്തുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല ആ പേരുകളൊന്നും. അറിയണ്ടേ? സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡയറക്ടറിന്റെ കാര്യം പറയാം. ഞാൻ അറിഞ്ഞത് ഇത്തവണത്തെ ഡയറക്ടർ സർഗോ വിജയരാജ് സാറാണെന്നാണ്. ഈ സർഗോ വിജയരാജ് സാറാണ് നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 10 ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്റ്റാർ സിംഗർ സീസൺ 10 ചെയ്യുന്ന അതേ ആള് ബിഗ് ബോസ് ചെയ്യുമ്പോൾ എങ്ങനെയാകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അറിഞ്ഞത് സർഗോ വിജയരാജ് സാറാണ് ഇത്തവണത്തെ സീസണിന്റെ ഡയറക്ടർ എന്നാണ്. നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 14 പേരുകളാണ്. 14 പേരാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കുറച്ച് പേരുണ്ട്, അത് ഞാൻ അവസാനം പറയാം. അതോടൊപ്പം തന്നെ പുതിയ ലിസ്റ്റാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. പുതിയ ലിസ്റ്റ് എന്നല്ല, നമ്മൾ പറഞ്ഞിട്ടുള്ളതിൽ കുറച്ച് അഡീഷനും കൂടി. ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത പേരുകൾ. ഇത് എന്ത് അടിസ്ഥാനത്തിലാണ്? പ്രഡിക്ഷൻ ആണോ ഓഡീഷൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന 14 പേരുകളും ഓഡീഷൻ കഴിഞ്ഞിട്ടുള്ള പേരുകളാണ്. ഫസ്റ്റും സെക്കൻഡും ഒക്കെ കഴിഞ്ഞ്, ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടുള്ള പേരുകളാണ്. ഇതിൽ നിന്ന് സെലക്ട് ആവുമോ റിജക്റ്റ് ആവുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യം പറയുന്നു, സെലക്ട് ആവുമോ റിജക്റ്റ് ആവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ സെലക്ട് ആവാനുള്ള സാധ്യതകളാണ് കൂടുതലും കാണുന്നത്. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ലിസ്റ്റിൽ 3 പേർ കൺഫേംഡ് ആണ്. 3 പേർ. ഇപ്പൊ ഞാൻ 14 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 3 പേര് പക്ക ഷുവർ, കൺഫേംഡ്. 3 പേര് ഷുവർ ആണ്. അത് നിങ്ങൾ സീസൺ തുടങ്ങിയതിന് ശേഷം ഇതെടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അവസാന നിമിഷം എന്തെങ്കിലും ടെസ്റ്റ് സംഭവിക്കുമെന്ന് ഇല്ല, പറ്റൂല, കാണും. 3 പേര് കൺഫേംഡ് ആണ് ഇതിനകത്തുനിന്ന്. അത് നമുക്ക് അവസാനം പറയാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ബിഗ് ബോസ് ആയിട്ട് ഓഡിഷൻ കഴിഞ്ഞ് ഏതാണ്ട് പടിവാതിൽക്കൽ വരെ എത്തി നിൽക്കുന്ന 14 പേരുടെ പേരാണ്. ഒന്നാമത്തെ പേര് നിങ്ങൾ ഇതുവരെ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ്. ആക്ടറും സിംഗറും ഒക്കെ ആയിട്ടുള്ള അപ്പാനി ശരത്ത്. നിങ്ങൾക്ക് അറിയില്ലേ അപ്പാനി ശരത്തിനെ? ഏതേണ്ടേ, ഇതാണ് ആള്, അപ്പാനി ശരത്ത്. ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥിയാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത്രേ പറയുന്നുള്ളൂ. അടുത്ത് രണ്ടാമത്തെ പേരാണ് എൻ്റെ മക്കളെ, ആരുമേ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു സീരിയൽ നടിയാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ശ്രീധുവിന് സമമാവുമോ ഇത്തവണത്തെ ഈ ആളെന്ന് അറിയില്ല. എന്നാലും സീരിയൽ കറന്റ് ഏഷ്യാനെറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ബിഗ് ബോസിന് മുമ്പേ സീരിയൽ തീരും എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ടൈം ആയിരിക്കും. അറിയാൻ കഴിഞ്ഞത് ഈ സീരിയൽ ആക്ട്രസും ഏതാണ്ട് ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ്. പേര് ഐശ്വര്യ റംസായി. ഇതാണ് ആള്. നമ്മുടെ മൗനരാഗം സീരിയലിലെ കല്യാണി. സീരിയൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഏറ്റവും കൂടുതൽ എപ്പിസോഡുകളുള്ള മലയാളം സീരിയലായിട്ട് മാറ്റിയിട്ടായിരിക്കും ഇവർ നിർത്തുന്നത്. അപ്പോൾ ഏതാണ്ട് എൻ്റെ ആവാറായിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഐശ്വര്യ റംസായി. ഇതൊന്നും ഒന്നിലും കേട്ടാക്കാത്ത പേരാണ്. ഇപ്പോൾ കുറേ പേര് പറയുന്നത് സീരിയലുണ്ട്, സീരിയൽ കളഞ്ഞിട്ട് വരത്തില്ലെന്ന്. സീരിയൽ മിക്കവാറും ആ സമയമാകുമ്പോൾ തീരും ഇത്. കാരണം 5 അല്ല 7 വർഷമായെന്ന് തോന്നുന്നു ഈ സീരിയൽ തുടങ്ങിയിട്ട്. 2019 18 എന്തോ തുടങ്ങിയതാണ്. അടുത്ത 3ാമത്തെ പേര് ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. അതിന് മുന്നത്തെ കേട്ടിട്ടുണ്ട്, അതിന് മുന്നേയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ വർഷം ഒരിടത്തും ഇല്ലാത്ത ഒരു പേരാണ്. മറ്റാരുമല്ല, നമ്മുടെ RJ ആയിട്ടുള്ള RJ അഞ്ജലി. RJ അഞ്ജലി കുക്ക് വിത്ത് കോമാളിയിലും കുക്ക് വിത്ത് കോമഡി, നമ്മുടെ ഏഷ്യാനെറ്റിലെ കുക്ക് വിത്ത് കോമഡിയിലും വന്നിട്ടുണ്ട്. ഇതാണ് ആള്, RJ അഞ്ജലി. അപ്പം RJ അഞ്ജലിയും ബിഗ് ബോസ് സീസൺ 7 ഭാഗമാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭയങ്കര സാധ്യത കാണുന്നില്ല. ഭയങ്കര സാധ്യത ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞ അപ്പാനി ശരത്തിന് ഭയങ്കര സാധ്യതയാണ്. ഐശ്വര്യ റംസായിക്ക് ഭയങ്കര സാധ്യതയാണ്. ഇത് ഞാൻ ഭയങ്കര സാധ്യത പറയുന്നില്ല, സാധ്യത ഉണ്ട്. കാരണം ഓഡീഷനെ കഴിഞ്ഞ് നിൽക്കുവാണല്ലോ. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത് ഞാൻ 4ാമത് പറയുന്ന പേര് നിങ്ങൾക്കറിയാമായിരിക്കും. ആക്ട്രസ് ആണ് ആള്. പേര് ലക്ഷ്മി മേനോൻ. ഇതാണ് ആള്. നിങ്ങൾക്ക് അറിയാവോ ലക്ഷ്മി മേനോനെ? നമ്മുടെ മിഥുൻ ചേട്ടൻ്റെ വൈഫാണ്. നമ്മുടെ കോമഡി ഉത്സവത്തിലെ മിഥുൻ ചേട്ടനില്ലേ, ഞാൻ കാണിച്ചു തരാം. മിഥുൻ ചേട്ടൻ്റെ വൈഫാണ്. അവരുടെ 2 പേരുടെ ഫോട്ടോ കണ്ടോ?
മിഥുൻ ചേട്ടൻ്റെ വൈഫ്. പുള്ളിക്കാരി ഇപ്പോൾ മുട്ടയൊക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 2 ഫോട്ടോയും കാണിച്ചു തന്നത്. അപ്പോൾ പുള്ളിക്കാരിയും ഏതാണ്ട് സാധ്യതകൾ കാണുന്നുണ്ട് ബിഗ് ബോസ് സീസൺ 7ലേക്ക് വരാൻ. ഇതൊക്കെ പുതിയ പേരുകളാണ്. ഞാൻ ആദ്യം പറയുന്നതൊക്കെ പുതിയ പേരുകളാണ്. ഇതിൻ്റെ അടുത്ത് 5ാമത് ഞാൻ പറയുന്ന പേര് വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്തോ, ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല ആ പേരുകൾ. എന്തായാലും ഞാൻ പറയുന്നു, ആക്ടർ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഉപ്പും മുളകിലെ ബാലുവായിട്ട് അഭിനയിച്ചിട്ടുള്ള ബിജു സോപാനം. ബിജു സോപാനം ബിഗ് ബോസ് സീസൺ 7ലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ, ഓഡീഷനൊക്കെ കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇനി അടുത്ത് 6ാമത്തെ പേര് നിങ്ങൾ ഒരിടത്തും കേട്ടിട്ടുണ്ടാവില്ല. ഈ പേര് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലും ഈ പേരില്ല. കാരണം അത്ര പക്കാ ഷുവറാണ്. ആക്ട്രസ് ആണ്. നമ്മുടെ ടർബോ മൂവിയിലും 5ാം പാതിരയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നായകനില്ലേ, അതിനകത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പേര് ആമിന നിജാം. ഇതാണ് ആള്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ആമിന നിജാമിനെ? ഇതാണ് ആമിന നിജാം. ഏതാണ്ട് ബിഗ് ബോസ് സീസൺ 7ൽ വരാനുള്ള സാധ്യതകളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഇനി അടുത്ത മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള പേരുകൾ തന്നെയാണ്. എന്നാലും സാധ്യതകൾ വളരെ 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 കൂടുതലായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആ പേരുകൾ റിപ്പീറ്റ് ചെയ്ത് ഫോട്ടോസ് കാണിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ 6 പേരും പുതിയ പേരാണ്. ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടില്ലാത്ത പേരുകളാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ 6 ഇതിനകത്ത് നിങ്ങൾ ഉറപ്പിച്ചോ. ഈ 6 നിന്നും ഈ 6 നിങ്ങൾ ഏതാണ്ടാണ്. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അടുത്ത 7ാമത്തെ പേര് നമ്മൾ മുന്നേ പറഞ്ഞ സാധനം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണേ, നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള അനുമോൾ. ഓക്കെ, അടുത്ത് 8ാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ താരം, ട്രെൻഡിങ്, കോൺട്രവേഴ്സി, എയറിൽ തഗ്, ട്രോള് മൊത്തം ആരാ? രേണു സുധി. രേണു സുധി. അടുത്ത് 9ാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു ആക്ടറിൻ്റെ പേരാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ടർ ആദിത്യനും ബിഗ് ബോസ് സീസൺ 7ലേക്ക് വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലായി കാണുന്നുണ്ട്. ഭയങ്കര കൂടുതലായാണ് അറിയാൻ കഴിയുന്നത്. വെയിറ്റ് ചെയ്യാം നമുക്ക്. അടുത്ത 10ാമത്തെ പേര് ഞാൻ മുന്നേ പല വീഡിയോസിൽ ഈ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഇവളൊന്നും വരത്തില്ല, ഇവളൊന്നും ബിഗ് ബോസിൽ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാൻ പറ്റുന്നത് ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു വ്യക്തി, കൺഫേംഡ് ആവാൻ സാധ്യതയുള്ള മറ്റൊരു വ്യക്തി, യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള ബബിത ബബി. ഇതാണ് ആള്, ബബിത ബബിയും ബിഗ് ബോസ് സീസൺ 7ന്റെ ഭാഗമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അടുത്ത് 11ാമത്തെ പേര് ഏതാണ്ട് ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യത ഉണ്ട്. ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണെന്നാണ് അറിയുന്നത്. ഇന്റർവ്യൂവറാണ്. പേര് ഷാരിക. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഷാരികയുടെ ഇന്റർവ്യൂസ് ഒക്കെ തന്നെ ട്രെൻഡിങ് ആണ്. നമ്മുടെ രേണു സുധിയായിട്ടൊക്കെ ഉള്ളതും അറിയാമല്ലോ. എയറിനൊക്കെ കടന്ന് പോയി, അടുത്ത എന്താ പറയാ ഗ്രഹം എത്തി. ഇനി അടുത്ത് ഞാൻ പറയുന്നത് 12ാമത്തെ പേരാണ്. ആക്ടറാണ്. നമ്മുടെ സ്റ്റാർ മാജിക്കിൽ നിന്നുള്ള ഒരാളാണ്. സ്റ്റാർ മാജിക്കിലുള്ള ഞാൻ അനുവിൻ്റെ പേരൊക്കെ പറഞ്ഞു. എന്നാലും ഒരു പേരും കൂടി അതിനകത്ത് നിന്നുണ്ട്. നമ്മുടെ ആക്ടറായിട്ടുള്ള ബിനീഷ് ബാസ്റ്റിൻ. ബിനീഷ് ബാസ്റ്റിനും സാധ്യതകൾ കാണുന്നുണ്ട്. ഭയങ്കര സാധ്യത കാണുന്നില്ല, സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്ത 13ാമത്തെ പേരുടെ നല്ല സാധ്യത ഉണ്ടായിരുന്നേ, പക്ഷെ ഇപ്പം ഇച്ചിരി കുറഞ്ഞു വരാം. ഇപ്പം ചോദിക്കാനായിട്ട് സാധ്യത അളക്കുന്ന മിഷൻ ഉണ്ടോയെന്നില്ല. അറിയുന്ന വിവരം നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ആങ്കർ ആയിട്ടുള്ള ഇന്റർവ്യൂവർ ആയിട്ടുള്ള രോഹൻ ലോണ. ഇതാണ് ആള്. ഇതാണ് നമ്മുടെ രോഹൻ ലോണ. രോഹനും സീസൺ 7ന്റെ ഭാഗമാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി അടുത്ത 14ാമതായിട്ട് ഞാൻ പറയുന്ന പേര് ഞാൻ മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നസ്രിൻ, ഫാത്തിമ നൂറിൻ. ആദിലയും നൂറയുമാണ്. ഇവരും സീസൺ 7ന്റെ ഭാഗമാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ 14 പേരുടെ പേരാണ് പറഞ്ഞത്. 6 പേരുകളാണ് ഞാൻ പുതുതായിട്ട് പറഞ്ഞത്. അപ്പാനി ശരത്ത്, ഐശ്വര്യ റംസായി, RJ അഞ്ജലി, ലക്ഷ്മി മേനോൻ, ബിജു സോപാനം, ആമിന നിജാം. ഈ 6 പേര്. പിന്നെ ബാക്കി നമ്മുടെ പഴയ പേരുകളാണ്. ഇതിനകത്ത് നിന്നും ഒരു 3 പേർ കൺഫേംഡ് ആണ് ഇതിനകത്ത് നിന്നും. അതാരൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ, ഇപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയട്ടെ. ഇപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സ്വസ്ഥതയും കാണൂല പിന്നെ. കാരണം ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല. ഓക്കെ, എത്രയേ ഉള്ളൂ. അപ്പോൾ 3 പേര് ഏതാണ്ട് ഇതിൽ നിന്നും ഉണ്ട്.
ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് അടുപ്പത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോമണർ പ്രൊമോടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. കോമണർ പ്രൊമോ ഉണ്ട്, അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നാളെ എനിക്കൊരു സാധ്യത തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഇതിനകത്ത് കമ്മ്യൂണിറ്റിയിലൊന്നും ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട്, കാത്തിരിപ്പ് അവസാനിക്കുന്നു, പ്രൊമോ വന്നേക്കാം നാളെ മുതൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇടുന്നുണ്ട്. ഞാനൊരു കൺഫേംഡ് ഡേറ്റ് പ്രൊമോ ഞാൻ പറഞ്ഞില്ല. പ്രൊമോയുടെ കാര്യത്തിൽ ഞാൻ ഇനി പറയൂല. എനിക്ക് മതിയായി ചീട്ട് നിറഞ്ഞിരിക്കുകയാണ് എനിക്ക്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 തീർന്നിട്ട് 1 വർഷം തികയുവാണ്. ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു കഴിഞ്ഞ ജൂൺ 14 അല്ലേ. അപ്പം നാളെയാണ് ആ ഡേ. ചിലപ്പോൾ നാളെ വന്നേക്കാം. ഇപ്പൊ പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ക്രാഷും ഒക്കെ ആയിട്ട് നമ്മുടെ രാജ്യം ആകെ മൊത്തം വിഷമത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചുകൂടെ ഡിലേ ആവാൻ സാധ്യത. നല്ല ഡിലേ ആണ്. നിങ്ങൾ പലരുടെയും വീഡിയോസിൽ കാണുന്നുണ്ടാവാം, പല അപ്ഡേറ്റുകളിലൂടെ അറിയുന്നുണ്ടാവാം. ഞാൻ മാത്രമൊന്നുമല്ലല്ലോ അപ്ഡേറ്റ് സോഴ്സ്. ഡിലേ ആണ്, പ്രൊമോ ഡിലേ ആണ്. എന്താണ് റീസൺ എന്നുള്ളത് നമുക്കും അറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും വരും. കോമണേഴ്സിന്റെ പ്രൊമോ ഉണ്ട്, അത് വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ഡയറക്ടർ ഇത്തവണത്തെ സർഗോ വിജയരാജ് സാറാണ് എന്നാണ് അറിയുന്നത്. ഗ്രാൻഡ് ലോഞ്ചിന്റെ ഡേറ്റ് അറിഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഡേറ്റ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി തിരക്കണോ? ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഗ്രാൻഡ് ലോഞ്ച് ഡേറ്റ് കൺഫേംഡ് എന്ന് പറഞ്ഞിടണമെങ്കിൽ ഇടാം. ഒന്ന് തിരക്കിയിട്ട് പറയാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്ഡേറ്റ്. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് എന്തായാലും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.